നേരത്തെ എത്തണം, യാത്രാ പ്രയാസമില്ലാതെ നേരത്തെ എത്തി കുറച്ച് വിശ്രമിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നപ്പം അത്യാവശ്യം വെളിച്ചവും ഇതൊക്കെ ഉള്ള ഒരു സ്റ്റോപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ വന്ന് ഇറങ്ങുക. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വില്ലേജ് ഓഫീസാണോ പഞ്ചായത്ത് ഓഫീസാണോ അത്? ആ സ്റ്റോപ്പുള്ള സ്ഥലത്തിന്റെ പേര് എന്തായാലും ആ ഓഫീസിൽ നിന്ന് തപ്പി അതിന്റെ ബോർഡെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചു ബസ് ഇറങ്ങിയ ഉടനെ ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല, 4 താബൂക്ക് മാത്രം കാണുന്നുണ്ട്. അതിനകത്തൊരു വെളിച്ചം കണ്ട് അങ്ങനെ അവിടേക്ക് വന്നപ്പോ ഒരു താബു കമ്പനിയാണ്, ഒരാളും മനുഷ്യനൊന്നുമില്ല. അങ്ങനെ നല്ല ഇരുട്ടിൽ അവിടെ ഇങ്ങനെ വന്നിറങ്ങുമ്പോഴ് പഠിച്ച റബ്ബേ കുടുങ്ങിയോ എന്നിങ്ങനെ വിചാരിച്ച് ഏകദേശം നടന്ന് അവിടെ എത്തിയിട്ടാണ് ക്യാമ്പിൽ എത്തുന്നത്. ജീവിതത്തിൽ അൽഹംദുലില്ലാ നല്ലൊരു അനുഭവമായിരുന്നു അത്. അപ്പൊ നമ്മളാ ഇങ്ങനെ ഒരു ഒന്നുകൂടെ നമ്മൾ എല്ലാരും കൂടെ ഓൺലൈനില് ഓഫ്ലൈനിലല്ലാതെ ഓൺലൈനിലൊക്കെ ഒന്ന് ഒത്തുകൂടുമ്പോ പഴയ അനുഭവങ്ങളൊക്കെ ഒന്ന് അയവിറക്കാം, എല്ലാവർക്കും ഒന്ന് മുഖപരിചയം ഒക്കെ ഒന്ന് പുതുക്കാം, ഒന്ന് മിണ്ടിയും പറഞ്ഞും കുറച്ചേരൊക്കെ ഇരിക്കാം എന്ന ഒരാഗ്രഹത്തിലാണ് ഇങ്ങനെ പരിപാടിയൊക്കെ അല്ലെ. പിന്നെ നമുക്കിതിന്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് ഒരു കോൺവെക്കേഷൻ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ പരിപാടിയില് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക ഒരു ഔപചാരികതയുടെ തുടക്കം എന്ന നിലയിൽ മാത്രം, നമുക്കിടയില് പ്രത്യേകിച്ച് സ്വാഗതം പറഞ്ഞ് സ്വീകരിക്കുകയോ നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോവുകയോ ചെയ്യേണ്ടവരല്ലല്ലോ നമ്മള്. നമ്മള് ഒരു കുടുംബമാണ്. കുടുംബത്തിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതവും നന്ദിയും പറഞ്ഞിട്ട് ഔപചാരികത കാണിക്കുന്നില്ലെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുക, സ്വാഗതം പ്രകടിപ്പിക്കുക, നന്ദി പ്രകടിപ്പിക്കുക എന്നത് ഒരു കടമയും കടപ്പാടും കൊടുക്കലും വാങ്ങലും എന്നതിന്റെ ഒരു വ്യവഹാരമാണല്ലോ. അപ്പൊ ആ ഒരു ഔപചാരികതയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരു പരിപാടി ആരംഭിക്കുന്നതിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്വാഗതം എന്ന ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. റാഫി സാറ് നമ്മുടെ ഗ്രൂപ്പില് ഉണ്ടോ? ഇല്ല അല്ലെ? ഒത്തിരി തിരക്കുകൾക്കിടയില് ഈ ഒരു ഇതില് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പൈനൽ കോഡായിട്ടുള്ള, ബ്രെയിനായിട്ടുള്ള, എല്ലാമായിട്ടുള്ള റാഫി സാറിനെ ആദ്യം നമ്മൾ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യാണ്. ഇല്ലെങ്കിലും പിന്നെ റോസ് സാറ്, നിഷാദ് സാറ്, ആർക്കെ തുടങ്ങിയ എല്ലാവരും ഉണ്ടല്ലോ, ഫെമിന മാഡം, ബാക്കി ഇനി എല്ലാവരും പേര് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല. അപ്പോ ഈ ഒരു സംഗതിയുടെ തുടക്കം കുറിക്കാന്, കുറച്ച് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയാന്, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാന്, നാളെ നമ്മളെന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഷീനിന്റെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മള് ഈ ഒരു പരിപാടിക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്തു, എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ച കാര്യങ്ങൾ നമുക്ക് എവിടെയൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞു എന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാനും വർത്തമാനങ്ങൾ പറയാനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു വേദിയിലേക്ക് എന്നതിനെ ഞാനൊരു സന്തോഷത്തിൽ പറയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഒരിക്കൽ കൂടി എന്റെ പേരിലും ഷീനിന്റെ പേരിലും എല്ലാവരുടെയും പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് സ്വാഗതം നേർന്നുകൊണ്ട് പരിപാടിയുടെ ഔപചാരികതയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കാന് ഫെമിന മാഡത്തെ, ഷീൻ ഇന്റർനാഷണലിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള ഫെമിന മാഡത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് അങ്ങോട്ട് കൈമാറുകയാണ്. മൈക്ക് ഇത് എന്നിലേക്കല്ല കൈമാറേണ്ടത്. നമ്മള് കുറെ കാലങ്ങളായിട്ട് കണ്ട് ഒന്നും കൂടെ പരിചയപ്പെടാൻ പുതുക്കാന്നൊക്കെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്തി പേരുകളൊന്ന് പറഞ്ഞു പോയാൽ നന്നാവും. എന്നാ പിന്നെ ആർക്കേന്ന് തുടങ്ങട്ടെ, ഒരു നേരത്തെ പാട്ടിലൂടെ അല്ലെ? അതെ അതാണല്ലേ. ആർക്കെ ഇവിടെ? പോയോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പാട്ടുപാടിയില്ലെങ്കിലും നമുക്ക് ഇത്തിരി നേരം സംസാരിച്ചിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം വീണ്ടും
കണ്ടുമുട്ടാൻ സാധിച്ചതിൽ. പിന്നെ എല്ലാവരും അവരവരുടെ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം നമുക്ക് പാട്ടിലേക്കൊക്കെ നീങ്ങാം. ഏതായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ. പരിചയപ്പെടൽ റാഫി സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറ് സംസാരിക്കുന്നോ? ഗുഡ് ഈവനിങ് എവരിവൺ. വളരെ സന്തോഷം, എല്ലാവരും റീജോയിൻ ചെയ്തു. നമ്മുടെ ഒരു ബന്ധം പുതുക്കുകയാണ്. പക്ഷെ പല രൂപത്തിലും നേരത്തെ ബഷീർ സാർ പറഞ്ഞതുപോലെ ഇതിന്റെ പല പ്രോഗ്രാമുകളിലായിട്ട് പലരും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഒരാള് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ റിഫ്ലക്ഷൻ പ്രോഗ്രാം ആയിരുന്നു വയനാട് നടന്നത്. വളരെ ആശങ്കയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ അത് ഈ ഒരു ടീം അത് വളരെ നല്ല രൂപത്തിൽ അവിടെ അത് അവസാനിച്ചത് കൊണ്ട് തന്നെ മറ്റൊരു 3 റിഫ്ലക്ഷൻ ക്യാമ്പുകൾ അതിനെ തുടർന്ന് നടന്നു കഴിഞ്ഞു. അതിന് നമുക്ക് കോൺവക്കേഷൻ പ്രോഗ്രാമിലേക്ക് കടക്കാൻ സമയമായി. 200ന്റെ മേലെ ആളുകൾ നമ്മുടെ റിഫ്ലക്ഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോൺവക്കേഷൻ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഉടനെ കടക്കണം. അതിനുവേണ്ട പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ തന്നെ നമുക്ക് എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ടീം നമ്മുടെ വയനാട് റിഫ്ലക്ഷൻ ടീമിൻ്റെ മെമ്പേഴ്സിനുള്ള ആ ഒരു കോൺവക്കേഷൻ കാര്യങ്ങൾ ഒന്ന് ലീഡ് ചെയ്യുന്ന ഒരു ടീമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കോൺവക്കേഷൻ വളരെ ഭംഗിയായി അതേ സമയത്ത് ശ്രദ്ധേയമായിട്ട് തന്നെ നമുക്ക് നടത്താനുണ്ട്. കൂടാതെ അതിനുശേഷം നമ്മുടെ ക്യാമ്പ് നടന്നതിന് ശേഷം പല ആളുകളും ട്രെയിനിങ് രംഗത്ത് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങുകയും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു ടീമിനെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയട്ടെ. നമ്മുടെ 100ഓളം പേരാണ് അന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നത്. അതിൽ എല്ലാവരെയും തന്നെ നമ്മുടെ കോൺവക്കേഷൻ പ്രോഗ്രാമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Okay, a second. ലൈനിലുണ്ടോ? ഓക്കെ, ഏതായാലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ, സെക്കൻഡ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം, സന്തോഷം. റാവി സാർ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പിന് ശേഷം നമ്മളെ ഒന്ന് കണ്ടു, പിരിഞ്ഞു, തൽക്കാലത്തേക്ക് പിരിഞ്ഞു. വീണ്ടും ഒന്ന് കാണാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപാട് പരിപാടികൾക്കിടയിൽ പലപ്പോഴും പലരെയും നമ്മൾ കാണാറുണ്ട്. ഇനി ഒരു ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി കൂടണം, കോൺവക്കേഷൻ ആയിട്ട് കൂടണം. അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഇന്നത്തെ ഒരു ഗെറ്റ് ടുഗദറിൽ പഴയ ഓർമ്മകളൊക്കെ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ യാത്രയിൽ ഉണ്ടായത്, നമ്മൾ കണ്ടുമുട്ടിയതിനു ശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പോയി എന്നൊക്കെ നമുക്ക് കുറഞ്ഞ സമയത്ത് എല്ലാവരും ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പരസ്പരം ഒന്നുകൂടി അറിയുക, ഒന്നുകൂടി പരിചയപ്പെടുക. കാരണം 100 ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ കുറെ ആളുകൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും, കുറച്ച് ആളുകൾക്ക് എന്താണ് ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ വീണ്ടും വീണ്ടും ആ ഒരു പരിചയം പുതുക്കി മുന്നോട്ട് പോയിട്ടുണ്ടാവും. ചില ആളുകൾ ആ ഒരു ബന്ധം അവിടുന്ന് പിന്നീട് ഓരോ തിരക്കുകളായിട്ട് വിട്ടുപോയ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരെയും പരസ്പരം ഒന്നുകൂടി പരിചയം പുതുക്കി ഒന്നുകൂടി നമ്മുടെ ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്നിൽ തന്നെ തുടങ്ങട്ടെ. ഞാൻ ഒന്നൊന്ന് പറയുകയാണെങ്കിൽ
നമ്മുടെ അന്നത്തെ പ്രോഗ്രാം ഒരു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷീനിലേക്ക് വന്ന നേരത്തെ റിഫ്ലക്ഷന് മുമ്പുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തായിരുന്നു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ്. സത്യം പറഞ്ഞാൽ രാജ് സാർ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നിങ്ങൾ ഉണ്ടാക്കിയ സന്തോഷവും നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങളുമാണ് നമുക്ക് തുടർന്നുള്ള യാത്രയിൽ സത്യം പറഞ്ഞാൽ ഷീൻ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് സത്യം. അപ്പൊ അതിലുള്ള സന്തോഷം തന്നെ ആദ്യം തന്നെ പറയട്ടെ. ശേഷം നമ്മൾ 3 പ്രോഗ്രാമുകൾ ഭംഗിയായിട്ട് നടത്തി. അതില് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ തുടർന്നുള്ള പ്രോഗ്രാമുകളുടെ നേതൃത്വ നിരയിലേക്ക് വന്നു എന്നുള്ളതാണ്. അവിടെ ബഷീർ സാർ ഉൾപ്പെടെ എല്ലാവരും എന്താണ് ഷീന്റെ ഓരോ പ്രോഗ്രാമുകൾ ഏറ്റെടുക്കുകയും നമ്മള് ഷീൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഏറ്റെടുക്കാൻ പറ്റിയ എന്നുള്ളതാണ് വലിയ സന്തോഷമായിട്ട് തോന്നിയത്. അപ്പൊ എല്ലാവരും ഈ ഒരു കുറഞ്ഞ സമയം ഒരുപാട് മീറ്റിംഗിൽ നമുക്ക് ഓൺലൈനിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടുക, ഒന്നുകൂടി പരിചയം പുതുക്കുക. കുറെ ആളുകളൊക്കെ ഓരോ ക്യാമ്പുകളിൽ വന്നു. ബഷീർ സാർ വന്നു, മുബഷിറ മേഡം, അതേപോലെ തന്നെ കൊണ്ടോട് അഷ്റഫ് സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് വളരെ അടുത്ത് വീണ്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ അത് ഒട്ടും തന്നെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പരസ്പരം ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഒന്ന് സംസാരിച്ച് നോക്കുക, ഒന്ന് പരസ്പരം ഒന്നുകൂടി പറയാം, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നാവും. അതായത് ഷീന്റെ ശേഷം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് പരിശീലനം കിട്ടി പരിചയപ്പെട്ട് പിരിഞ്ഞ ശേഷം നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതേപോലെ തന്നെ ട്രെയിനിങ് മേഖലയിലും എത്രമാത്രം ഷീന്റെ നമുക്ക് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്താൽ, ആ ഒരു പോയിന്റിൽ നിന്നിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുകയും ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്താൽ കുറഞ്ഞ സമയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടു പോകാം. ശേഷം ആർക്കെ പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, വേറെ ഇത്രയും ക്ഷണിക്കാതെ നിങ്ങൾ തന്നെ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കുടുംബം ആയതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ ഒന്ന് ടീമായിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാർ പറയാം. ഷിഹാബാണ്. അന്ന് റിഫ്ലക്ഷൻ വലിയൊരു റിഫ്ലക്ഷൻ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കേവലം നമ്മൾ സാധാരണ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലക്ക് ടീച്ചിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളൊരു ട്രെയിനർ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ തന്നെ ആ ഒരു തരത്തിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി റിഫ്ലക്ഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. നിലവിലിപ്പോൾ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇൻഷാല്ല ഈ ഒരു റിഫ്ലക്ഷന്റെ ഫൈനലൊക്കെ ഇനി കാത്തിരിക്കുകയാണ്. നമ്മൾ കോൺവെക്കേഷൻ കാര്യങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. ഇൻഷാല്ല നമ്മൾ ഉഷാറായിട്ട് ഇനിയും പഴയ ടീം ഒന്നിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും പഴയ അതേ സ്പിരിറ്റിൽ തന്നെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആശംസിക്കുകയാണ്. ഷീൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഷീൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷീന് പ്രത്യേകിച്ചും മറ്റ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഇവന്റ് മാനേജേഴ്സിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് തുടക്കത്തിൽ അന്നേ ആ ദിവസം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷീനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളും കൂടെ ഉണ്ടാവും എന്നീ സമയത്ത് ഉറപ്പ് തരികയാണ്. ഇൻഷാല്ലാ ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഏതായാലും നന്ദി, നമസ്കാരം. ഓക്കെ, ഷെഫ് സാറെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഷെഫ് സാറെ സ്ഥലം കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും. പേര് ഷിഹാബ്, തിരൂരാണ് വീട്. ഞാനിപ്പോ നിലവില് ഒരു സ്കൂളില്, ഹയർ സെക്കൻഡറി സ്കൂളില്, എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. മംഗലം. ബഷീർ സാറിനെ നമ്മൾ പരിചയപ്പെട്ടപ്പോ പറയുന്നുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവാറില്ല. മനസ്സിലായി, മംഗലം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. അന്ന് പറഞ്ഞ സമയത്ത് ഞാൻ MTM കോളേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്റെ വൈക്കോസ് വെളിയും കൂടാന്നൊക്കെ പറയുകയും ചെയ്തല്ലോ. അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, MTMന്റെ പുറകിലാണെന്നൊക്കെ പറയുകയും ചെയ്തല്ലോ. അതെ.
ഓക്കെ, താങ്ക് യു ഷിയാസ് സാർ. ഏതായാലും ഷിയാസ് സാർ നമ്മോട് പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആ വെള്ളത്തിന്റെ ഒഴുക്കില് നമ്മൾക്കും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് പുതിയ മേഖലകളിലേക്ക് വന്നു. എല്ലാവർക്കും തന്നെ നമുക്കൊക്കെ തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയതാണ്. നമ്മളൊക്കെ തന്നെ നമ്മളൊരു കുടുംബം നമ്മൾക്കൊക്കെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു പുതിയ കാഴ്ചപ്പാടും എങ്ങനെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഇൻഡിവിജ്വലിയുള്ള കാര്യങ്ങളെക്കാൾ ഉപരി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ഒരാളെ സംസാരിക്കും. സാറേ, ഓക്കെ, പറയൂ. സംസാരിക്കുന്ന വീഡിയോ ഒന്ന് ഓൺ ആക്കുക എന്നുണ്ടെങ്കിൽ നന്നാവൂലേ? പറ്റുന്ന അതെ, ആളുകളൊക്കെ ചെയ്യുന്ന പറ്റാവുന്നവരൊക്കെ ഒന്ന് മുഖം കാണാൻ പോയിരുന്നു. ഞാൻ ഡ്രൈവിംഗിലാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ബാക്കിയുള്ളവരൊന്ന് ഞാൻ ഓൺ ചെയ്യാൻ സൈഡാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്ത് ചെയ്യാ, ഒന്ന് സംസാരിക്കുന്ന ലൈവിലേക്ക് വരികയാണെങ്കിൽ ടൈമിലെങ്കിലും മാത്രം മതി അല്ലേ? നമുക്കെന്താണ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പ്രോഗ്രാമിന്റെ ഒരു റെക്കോർഡിംഗ് പർപ്പസിന് നന്നായിരിക്കും. ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ ലാപ്ടോപ്പിലൊക്കെ അഡ്മിൻ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഓക്കെ, ആ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ ക്യാമറ ഓൺ ചെയ്യാന്നുള്ളത് നമുക്ക് ഓക്കെ ചെയ്യാം. ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇനി എന്താണ് അടുത്തൊരാൾ എന്ത് ചെയ്യാ, മൈക്ക് ഓൺ ചെയ്ത് സംസാരത്തിലേക്ക് വരൂ. മുബഷിറ മാഡം തുടങ്ങിക്കോളൂ. മീർഭായ് പറയൂ. കേൾക്കാമോ? കേൾക്കാം. എൻ്റെ പേര് ജലീൽ എന്നാണ്. എടപ്പാളാണ് വീട്. ഈ ചാലിശ്ശേരി ബഷീർ സാഹിബിനെ അന്ന് അവിടെ നിന്ന് കണ്ടപ്പോൾ ചാലിശ്ശേരി നമ്മുടെ അടുത്താണല്ലോ എന്ന് തോന്നി. എനിക്ക് ഷീനിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു നേരത്തെ തീരെ. പിന്നെ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് ഭയങ്കര സംഭവമാണല്ലോ, പ്രസ്ഥാനമാണല്ലോ എന്നൊക്കെ. ഷീൻ ഒരു സംഭവമായിരുന്നു, അതുപോലെ റിഫ്ലക്ഷൻ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതിൻ്റെ സംഘാടനം ഒക്കെ നന്നായിരുന്നു. നമുക്ക് വളരെ ഇപ്പം എല്ലാം പൈസ കൊണ്ടൊക്കെ കണക്ക് കൂട്ടുന്ന കാലാണല്ലോ. റീസണബിൾ പ്രൈസിന് വളരെ നല്ലൊരു പ്രോഗ്രാം. പക്ഷേ നമ്മളത് വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയോ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു റിവ്യൂവിൽ വരേണ്ട സംഗതിയാണ്. അത് ഇല്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടി ഇപ്പോൾ വീണ്ടും ഒന്ന് ഇങ്ങനെ റിജുവനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാകും. വയനാട്ടിൽ അന്ന് നേരത്തെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ. വയനാട്ടിൽ അന്ന് ഷെയ്ൻ്റെ പരിപാടിക്ക് വന്നത് വളരെ കൗതുകകരമായിരുന്നു. കൃത്യമായിട്ട് ഞാൻ അതെവിടെയാണ് ലൊക്കേഷൻ എന്താണെന്നൊന്നും അധികം ആലോചിക്കാതെ ഒരു വരവണ്ട് വരിക ചെയ്തത്. അവിടെ ഇറങ്ങിയപ്പോൾ കണിയാമ്പറ്റയുള്ള എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു അവന് ഏതായാലും നീ അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ ബസ് ഇറങ്ങി. പിന്നെ അവൻ എന്നെ ഓട്ടോയിൽ അവിടെ കൊണ്ടുവന്നാക്കി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്നെ അവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി അവന് 30 കിലോമീറ്റർ ഓട്ടോ ഓടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പല കാരണങ്ങളാൽ അന്നത്തെ പരിപാടി അവിസ്മരണീയമാണ്. തുടർന്നും അങ്ങനെയൊക്കെ ആവട്ടെ. വളരെ ഉപകാരപ്പെടുന്ന, നമ്മുടെ വളർച്ചയ്ക്ക് നിമിത്തമാകുന്ന ഒരു കൂട്ടായ്മയും സംരംഭവും ഒക്കെ ഇതാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനുണ്ടാവും. ഓക്കെ, ജലീൽ സാർ പറഞ്ഞ പോലെ പങ്കുവെക്കലും പങ്കിട്ടെടുക്കലൊക്കെ ആയിരുന്നു നമ്മുടെ ഷീന എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളൊക്കെ ഓർക്കപ്പെടുന്നത്. ആ രാത്രിയും ആ പകലുകളും നമ്മൾ ചിലവഴിച്ചതൊക്കെ തന്നെ ആ രീതിയിലായിരുന്നു. ജലീൽ സാറെ, വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടി ഒന്ന് പരിചയപ്പെടുത്താമോ ബാക്കിയുള്ളവർക്ക് വേണ്ടി? ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു. നേരത്തെ അധ്യാപകനായിരുന്നു, പിന്നെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ചെറിയ കൃഷിയുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോകുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. നാട്ടിൽ തന്നെയാണ്. ഓക്കെ. അതെ, നമ്മളിങ്ങനെ ഓരോ ആളുകളും പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസൈറ്റുകളാണ് പലതും. നമ്മൾ അന്ന് വന്ന ദിവസങ്ങളെ കുറിച്ചും ആ യാത്രകളെ കുറിച്ചും ഒക്കെ ഓർക്കാൻ പറ്റും. എന്നെ പറ്റി പറയുമ്പോൾ അന്ന് പിന്നെ ഒരുപാട് വഴി തെറ്റിയാണ് ഞാൻ വന്ന് അവിടേക്ക് എത്തിയത്. അങ്ങനെ കുറച്ച് കറങ്ങിയിട്ടായിരുന്നു ഞാൻ വണ്ടി എടുത്ത് വന്ന സമയത്ത് എത്തിയിരുന്നത്. ഏതായാലും ഇങ്ങനെ ബാക്കി ഇനി അടുത്തൊരാള് സംസാരിക്കാമോ? ജലീൽ സാഹിബ് എടപ്പാള എവിടെയാണ്? നിങ്ങളത് ചോദിക്കാൻ പാടില്ല, നമ്മള് നാട്ടുകാരല്ലേ.
അല്ലല്ല, എടപ്പാള് ഏത് സൈഡിലാണെന്ന്. അവിടെ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണനൊക്കെ അറിയില്ലേ? ആ ആ അവിടെ. അത് ശരി. ഓക്കെ. ഓക്കെ, ഷിയാബ് സാറെ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാനാണോ? സംസാരിക്കാൻ വേണ്ടിയാണോ? ഇല്ല, സംസാരിച്ചോളൂ സാർ. ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ. അങ്ങനെയാണ്. അടുത്തൊരാൾ പറയൂ. നമുക്ക് ആ മീറ്റിംഗിൽ ഓരോരുത്തരുടെ പേരെടുത്ത് ക്ഷണിക്കുന്നില്ല. നിങ്ങൾ അടുത്തൊരാൾ ഓൺ ചെയ്ത് സംസാരിക്കാം. നമ്മൾക്ക് അതേപോലെ പിന്നെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ട ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരണം. പെട്ടെന്ന് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് നെക്സ്റ്റ് പ്രോഗ്രാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുന്ന ആളൊന്ന് പരിചയപ്പെട്ട് നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകണം. നമുക്ക് ഓൺലൈനിൽ 8 മണി തുടങ്ങിയതുകൊണ്ട് ഒരുപാട് സമയം നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ആളുകൾ കുറഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്തെങ്കിലും തീരുമാനം കൂടി ആവുന്നു. നമ്മൾ ആ ലിസ്റ്റിൽ കാണുന്ന പേരുകളൊന്ന് വിളിക്കുന്ന ആയിരിക്കും നല്ലത് തോന്നുന്നു. ഓക്കെ. റൈഡിങ്ങിലാ തോന്നുന്നല്ലേ ബൈക്ക്? ഓക്കെ, അശ്വത് സാർ പറയോ? ഹാൻഡ് റൈസ് സാറും പറയോ? അസ്സലാമു അലൈക്കും. ഞാന് അഷ്റഫ് കൊടിയത്തൂരാണ്. നമ്മളന്ന് ഇതിന്റെ ക്യാമ്പ് തുടങ്ങുന്ന അന്ന് വൈകുന്നേരമായിരുന്നു ജോയിൻ ചെയ്തത്. ആ ട്രിപ്പിന്റെ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സ് 2 പേരും ഉണ്ടായിരുന്നു. ഒന്നൊരു അബ്ദുസലാം, പിന്നൊരു ഷംസുദ്ദീൻ. ഞങ്ങള് സത്യത്തിൽ അവിടെ വന്നിട്ടുള്ളത് ഒരു സീനെ പറ്റിയൊരു ധാരണ ഇല്ലാതെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വയനാട് കയറുക, ഒരു ദിവസം അവിടെ എൻജോയ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ വന്നപ്പോൾ ഉദ്ദേശിച്ചേക്കാളും 10 മടങ്ങുള്ള എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടി. നല്ല നല്ല ആക്ടിവിറ്റികൾ ഉണ്ടായി. കുറേ ഫ്രണ്ട്സിന്, അതിലുപരി ഒരു കൂട്ടം കാലിബർ ഉള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അതൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയ ദിവസം. എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും. പിന്നെ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് കുട്ടികൾക്ക് ഡയറക്റ്റ് നന്നായിട്ട് അവിടെ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് കൺവേ ചെയ്യാൻ പറ്റി. പിന്നെ സിജിയുടെ ചില പ്രോഗ്രാമുകൾ നേരത്തെ ഉണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ചില ആക്ടിവിറ്റികളിലൊക്കെ ഇത്തരം NGO പ്രോഗ്രാമുകളിലൊക്കെ ഒന്ന് മുഖം കാണിക്കാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ് നന്നായിട്ട് ഒരു നേട്ടമായിട്ട് കാണുന്നു. പിന്നെ തുടർന്നും ഷീനുവിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാമിൽ നമ്മൾ ആദ്യത്തെ ആ ബാച്ച് ഒന്ന് കൂടിയിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതൊരു ഫാമിലി ആയിട്ട് നേരത്തെ ബഷീർ സാഹിബ് അവരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ഇതുമായിട്ട് അസോസിയേറ്റ് എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോകാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം. ഷീനോട് എപ്പോഴും ഒന്നിച്ചനെ ഇതിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പല പ്രയാസങ്ങളുണ്ടായ ആളുകളുണ്ടാവുമായിരിക്കും. അവരൊക്കെ വീണ്ടും അടുത്ത മീറ്റിങ്ങിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എന്തോ കാരണത്താലൊക്കെ ഒഴിവായതാവും, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ വീണ്ടും കാണാം. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ. അശ്വത് സാറിന്റെ ടീമിനെയും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് വൈകുന്നേരമാണ് നമ്മൾ അശ്വത് സാറെ കാണുന്നത്. ചുവന്ന കാറില് ഒരു അഖില കേരള യാത്രയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാത്രയായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ കാറ് കണ്ടപ്പോഴാണ് ആരാണെന്ന് പരിചയപ്പെട്ടത് ഓർക്കുകയാണ്. അല്ലെ, ഒരു യാത്രയിലായിരുന്നു തോന്നില്ല ആ സമയത്ത്. എന്താണ് ആ സമയത്ത് ആ പങ്കുവെച്ച ഓർമ്മകളൊക്കെ ഓർമ്മയിലുണ്ട്. ഏതായാലും സാറ് പറഞ്ഞ പോലെ നമുക്ക് ചേർന്നിരിക്കാനും ഒന്നുകൂടി ചേർത്ത് പിടിക്കാനുള്ളൊരു അവസരമാണ്. കേരളത്തിൽ അത്തരം മുതൽ, കാരണം തിരുവനന്തപുരം മുതൽ ഈ കാസർഗോഡ് വരെയുള്ള ആളുകൾ, നമ്മളെ ഈ 100 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിലേക്കൊക്കെ നമ്മുടെ ഒന്നുകൂടി ഈ നെറ്റ്വർത്താക്കി മാറ്റാൻ ശ്രമിക്കണം. പല നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊന്ന് കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ട്രാക്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. കാരണം ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബന്ധങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരാള് അമീർ സാറ്. ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. കേൾക്കാം.
അസ്സലാമു അലൈക്കും എല്ലാവരോടും നമസ്കാരം. ഞാൻ വളരെ എന്താ പറയാ, എനിക്ക് ഈ ബഷീർ ചാലിശ്ശേരി എന്ന് പറയുന്ന ആളെ ഞാൻ മുന്നേ അറിയുന്നതാണ്. പക്ഷെ ഞങ്ങള് അവിടെ വയനാട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് വീണ്ടും വിദേശത്താവുമ്പോൾ കണ്ടുമുട്ട ആളിനെ വീണ്ടും വയനാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന റിഫ്ലക്ഷന്റെ ക്യാമ്പിലാണ്. ഒരുപാട് ചെറിയ ചെറിയ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു വൈഡ് റേഞ്ച് ആയിട്ടൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരുപാട് കാലമായിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ആഗ്രഹിച്ചതാണ്. അപ്പോ അങ്ങനെയാണ് റിഫ്ലക്ഷന്റെ ഇത് കാണുന്നത്. അന്ന് ഈവനിങ് എത്താൻ നോക്കിയിട്ട് പലപ്പോഴും നടന്നില്ല. എന്നിട്ട് ഏർലി മോർണിംഗിൽ എത്താനും പറ്റിയില്ല. ചുരത്തിൽ ഇത്തിരി ട്രാഫിക് ഉണ്ടായിരുന്നു. എന്നാലും ഒരു 9:30 എത്തിപ്പെട്ടു. തീർച്ചയായിട്ടും അത് ഒരുപാട് എന്താ പറയാ, നമ്മുടെ ട്രെയിനർ എന്നുള്ള ഇതിലേക്കുള്ള ചവിട്ടുപടിയിൽ ഒരു ഭയങ്കര ഒരുപാട് അനുഭവങ്ങൾ തന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് രീതിയിലുള്ള അവതരണങ്ങൾ, ഓരോരുത്തരും എടുത്തിരുന്ന ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമുക്കും അതും എത്രത്തോളം നമ്മൾ അങ്ങനെ ഒരു ട്രെയിനറായി മാറുമ്പോൾ എത്രത്തോളം നമ്മളിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവഗാഹം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നോളജ്, ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആണെങ്കിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അത് കൈക്കലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് റിഫ്ലക്ഷൻ ക്യാമ്പിൽ. പിന്നെയും മൂന്നെണ്ണം നടന്നു. അതുപോലെ തന്നെ റൌഫ് സാറിനെ ഞാനൊരിക്കൽ എറണാകുളത്തൊരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടുമുട്ടാനും പറ്റി. എന്തായാലും വീണ്ടും ഉള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു. ഷീലിന്റെ കൂടെ ഒരു ട്രെയിനർ എന്നുള്ള ഉയരണം എന്നുള്ള തീർച്ചയായും ആഗ്രഹമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ജോലി സംബന്ധമായ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓക്കെ, അമീർ സാറേ യാത്രയിലാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, സാറ് ജോലിയും കാര്യങ്ങളൊന്ന് ബാക്കിയുള്ളവർക്ക് മെൻഷൻ ചെയ്യാമോ? നമ്മളൊക്കെ വീണ്ടും കണ്ടിരുന്നെങ്കിൽ കൂടി. കേട്ടില്ല. ഹലോ, ഹലോ, സാറ് വർക്കിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം. ഞാനൊരു ബൈക്ക് റൈഡിങ്ങിലുള്ള, ഞാനൊരു ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പോ എന്തായാലും എനിക്ക് ജോയിൻ ചെയ്യാതിരിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. എന്തായാലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ നിലവില് കുറച്ചു കാലം എന്നല്ല, ആദ്യം ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ ജോയിൻ ചെയ്ത് ഒരു 2-3 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ LWA ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോയതാണ്. ഒമാനിലും ദുബൈയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം നാട്ടിലും വയനാട്ടിൽ തന്നെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ചു ഇപ്പോ വീണ്ടും ജോയിൻ ചെയ്തു. നിലവിൽ തൃശ്ശൂർ ഡെന്റൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശ്ശൂർ. അപ്പൊ അവിടെ നമുക്കൊരു ഫുൾ, പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ടീച്ചിങ്, PSC, ഇതുപോലെ സ്പോക്കൺ, അങ്ങനത്തെ പരിപാടികൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിലെ കാര്യങ്ങൾ. ഓക്കെ, ഏതായാലും യാത്രക്കിടയിലാണെങ്കിലും നമ്മൾ സംവദിക്കാൻ സാറെത്തിയതിനുള്ള സന്തോഷമുണ്ട്. നമ്മള് എല്ലാവരും കാണാൻ പറ്റാൻ സാറങ്ങൾ എറണാകുളത്ത് വെച്ച് കണ്ടിരുന്നു, സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒന്ന് കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഏതായാലും സന്തോഷം. അടുത്ത ഹക്കീം സാർ ലൈനിലുണ്ടോ? ഹക്കീം സാർ വന്നിട്ടുണ്ട്. സാർ, ഞാൻ കൊല്ലത്ത് നിന്നാണ്. എല്ലാവർക്കും ഓർമ്മ കാണില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയാണ്. അപ്പം വയനാട് ഞാനും തിരുവനന്തപുരത്ത് നിന്നുള്ള അൻസാരി സാറും കൂടിയായിരുന്നു പങ്കെടുത്തത്. അപ്പോൾ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. വളരെ മനോഹരമായ ഒരു പ്രദേശം, വളരെ നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം അത് ഓരോ പ്രോഗ്രാമും, നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാമുകളും നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം കുറെ സെഷനൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടി. കുറെ ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ വേറൊരു ട്രെയിനിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് തീർച്ചയായും ഷീന്റെ ട്രെയിനിങ്ങിൽ കിട്ടിയ ചില പാഠങ്ങളൊക്കെ നമുക്കവിടെ ഉപകാരപ്പെട്ടിട്ടുണ്ട്, പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം അല്ല, ഒരു 2 ആഴ്ച മുൻപാണെന്ന് തോന്നുന്നു, എടവണ്ണപ്പാറ ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു മലപ്പുറത്ത്. അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വിശ്വാസം. പിന്നെ ഷീന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പലതിലും അതിനുശേഷമുള്ള പ്രോഗ്രാമുകളിൽ ചിലതിലൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ടീച്ചിങ്ങോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളല്ല. പക്ഷെ ഒരു പാഷൻ എന്നുള്ള നിലയിൽ കൊണ്ടുപോവുകയാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു GST പ്രാക്ടീഷണറാണ്. അപ്പോൾ തുടർന്നുള്ള പരിപാടികളിൽ, തുടർന്ന് വരുന്ന കാലങ്ങളിൽ ഷീനുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അവസരങ്ങൾ കിട്ടുമ്പോൾ ബന്ധപ്പെടാം. ഇതാണ് ഇപ്പോൾ ഇത്രയും പറയാനുള്ളത്.
ഓക്കെ. ഓക്കെ താങ്ക് യു ഹക്കീം സാറേ. ഹക്കീം സാറേയും അൻസാരി സാറേയും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും ലോങ്ങിൽ നിന്ന് ഷീനിന്റെ പ്രോഗ്രാമിന് വേണ്ടി തിരുവനന്തപുരം മുതൽ അവിടുന്ന് വന്ന ആളുകളായതുകൊണ്ട് പ്രത്യേകം ഓർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അൻസാരി സാറും പിന്നീട് നമ്മളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അദ്ദേഹത്തിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സാറുകൾ ഇല്ലെങ്കിൽ പോലും എന്താണ് അദ്ദേഹത്തിന്റെ മേഖലയെ സവിശേഷമായ ശ്രദ്ധ കിട്ടേണ്ട ഒരു മേഖലയെ ആ മേഖലയെ ബന്ധപ്പെട്ട് ഒരുപാട് ഒരു പുതിയ പ്രൊജക്ട് തന്നെ ആരംഭിക്കാൻ ഷീനിന് പറ്റിയെന്നുള്ളതൊക്കെ ആ ഒരു വരവിന്റെ എന്താ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഷീനിന് കൊളാബറേറ്റ് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യാനൊക്കെ കേരളത്തിന് അങ്ങേ എൻഡ് വരെ ആളുകൾ വന്നു എന്നുള്ളതാണ് ഹക്കീം സാർ അൻസാരി സാറൊക്കെ വന്നപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അൻസാരി സാറും ഞാനുമായിട്ട് ഇടയ്ക്കല്ല എല്ലാ ദിവസവും ഞങ്ങൾ വിളിക്കും, സംസാരിക്കും. അപ്പൊ ഈ ഷീനിനെ കുറിച്ചും സംസാരിക്കും. അപ്പൊ ഇടയ്ക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു സാറ്. പിന്നീട് എന്നോടൊരു പരാതി പോലെ പറഞ്ഞത് അവരത്ര ഗൗരവമായിട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു പരാതി സാറ് പറഞ്ഞിരുന്നു. ഞാൻ ഈ സമയത്ത് അതുകൂടി പറയുകയാണ്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഇതാണ് സാർ പറഞ്ഞത്. ആണോ? ഏതായാലും നമുക്ക് അതൊരു അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഇൻഫർമേഷൻസ് ആണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, അത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് വേണ്ട കാര്യങ്ങളിൽ അപ്ഡേഷൻ വരുത്താം. സാർ ഏതായാലും അന്വേഷണം പറയാ. എന്തായാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ബന്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് നിലനിർത്തി പോകണം. ശേഷം ഒരുപാട് ആളുകൾ വീണ്ടും അടുത്ത സെഷനുകളിലൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കരുനാഗപ്പള്ളി അതേപോലെ കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും അടുത്ത സെഷനുകളിലൊക്കെ ആളുകൾ വന്നിരുന്നു. കാരണം നിങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കാം ആളുകൾ വന്നിരുന്നത്. നമ്മള് ഗ്രൂപ്പുകളിലൊക്കെ ഈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നത് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഷീന്റെ വാർത്തകളും ഒക്കെ പ്രോഗ്രാമുകളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷം. സുഹൈർ സാർ, അടുത്ത സുഹൈർ സാർ ലൈനിലുണ്ടോ? ഞാനേ ഒരു ബസ് യാത്രയിലാണ്. നല്ല ശബ്ദത്തിന്റെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് സൗണ്ട്. പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ. വളരെ സന്തോഷം. അതിനുശേഷം പിന്നെ കോഴിക്കോട് നടന്ന പരിപാടിയിൽ 2 ദിവസം ഒരു കൂടെ ഉണ്ടാകാൻ അവസരം ഉണ്ടായി. അപ്പോ അങ്ങനെ പിന്നെ പരമാവധി കൂടെ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും ഈ സംരംഭം വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാണ്. എന്താണെങ്കിലും നല്ല അനുഭവങ്ങളും കൂട്ടായ്മയും എന്ന അർത്ഥത്തിൽ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഓക്കെ, പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടത്? നമ്മള് പിന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് മേഖലയിലുള്ള ആളുകൾക്ക് ടെക്നോളജിയുടെയും മീഡിയയുടെയും AI ഒക്കെ സാധ്യതകൾ എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാം എന്ന വിഷയത്തിലുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിലവിൽ ഇപ്പൊ അതിൽ ഫുൾ ടൈം ആയി തന്നെ അത്തരം പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ ആ അർത്ഥത്തിലും നമ്മുടെ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനാത്മകമായിരുന്നു. ഓക്കെ, താങ്ക് യു. സുഹൈർ സാറിനെ പറ്റി പറയുമ്പോൾ അത് മാത്രം പറയുമ്പോൾ നമുക്ക് വേണ്ടി എടുത്തുന്ന ആൾ കൂടിയായിരുന്നു, സാറ് കൂടിയാണ്. ഫാക്കൽറ്റി എന്ന രീതിയിൽ കൂടി സാർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ആവാനും കാണാനും കൂടാനൊക്കെ പറ്റുക എന്നുള്ളതിൽ. നമുക്കൊരു നെക്സ്റ്റ് പ്രോഗ്രാമും നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ കോൺവെക്കേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ ഒരു ചാലക ശക്തിയാവേണ്ടത്, തുടക്കം കുറിക്കേണ്ടത് നമ്മളാണ്. നമ്മളിൽ നിന്ന് ഒന്നുകൂടി ഈ ടീമിനെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇനി ആരെ സംസാരിക്കാൻ ലൈനിലുള്ള ആളുകളൊന്ന് സലാം സാർ ഇപ്പം ജോയിൻ ചെയ്തല്ലേ? സാർ സംസാരിക്കാമോ? വേറെ ആരെങ്കിലും ലൈനിൽ മിസ്സിംഗ് ഉണ്ടോ? ഫസ്ന, സലാം സാറ്, അബ്ദുസലാം സാർ. സൗണ്ട് മ്യൂട്ടാണ്, മ്യൂട്ടാക്ക്. കേൾക്കുന്നില്ല. അബ്ദുസലാം സാർ. ഓക്കെ. ഹലോ, നമസ്കാരം. ഓക്കെ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. വളരെ സന്തോഷം. സന്തോഷമുണ്ട്. സാറേ പിന്നെ ഇപ്പൊ എങ്ങനെയാണ്, എവിടെ ഉള്ളത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാന് ഇപ്പൊ ജോലി ചെയ്യുന്നത് നിലമ്പൂരാണ്. KTDCയുടെ മാനേജറാണല്ലോ. നിലമ്പൂർ KTDCയുടെ മാനേജറാണ്. അപ്പൊ ഈ ശനി ഞായറുമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായത്. നമ്മുടെ പരിപാടികളൊക്കെ അതുപോലത്തെ സമയത്തായതുകൊണ്ട് എനിക്ക്
പല ഇതിലും എത്താൻ പറ്റുന്നില്ല, ഒന്നാമത് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീക്കെൻഡ് ആണെന്നായിരിക്കില്ല പ്രശ്നം. സാറ് ഓഫീസ് അപ്പം പിന്നെ നിലമ്പൂരാണോ? നിലമ്പൂർ KTDCയുടെ ഓക്കെ, കേരള ടൂറിസം ഡെവലപ്മെന്റ് മനസ്സിലായി കോർപ്പറേഷൻ. മനസ്സിലായി. പിന്നെ ഹോട്ടൽ ആൻഡ് ടൂറിസം മേഖലയിലാകുമ്പോൾ അതെ അതെ സ്വാഭാവികമായിട്ട് അതെ. വീക്കെൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായ ഒരു സമയമാണ്. സ്ഥലം നിലമ്പൂർ തന്നെയായിരുന്നു സാറേ? വീട് മുക്കം മുക്കത്ത് എവിടെയായിരുന്നു? കൊടിയത്തൂർ ആക്ച്വലി. ഓക്കെ 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 ഇപ്പൊ ക്ലിയർ ആയി. എനിക്ക് ഫോട്ടോ നോക്കിയപ്പോ ആദ്യം കിട്ടില്ല, പറഞ്ഞു തന്നു. ഓക്കെ, സന്തോഷമുണ്ട്. ഞങ്ങളന്ന് കുറെ മുക്കന്മാരുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, സന്തോഷം. നമുക്ക് പിന്നെ ഒരു ഇതിന്റെ ഇത് വെച്ചാൽ നമ്മുടെ സിജിയിൽ ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ മെന്റലിസം പോലത്തെ സംഗതികളൊക്കെ, അങ്ങനത്തെ ഓരോന്ന് നൂതനമായ മെന്റലിസം. ചെറിയ ഫീസ് അതെ, നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകേണ്ടത്, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ബേസിക് നമ്മൾ ട്രെയിനിങ് അന്ന് കൂടി, ഇനി ഒരു ഫോക്കസ്ഡ് ആയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോലെ അല്ലെങ്കിൽ ഇപ്പൊ നൂതനമായ സംഗതികൾ, ലേറ്റസ്റ്റ് കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ. അതുപോലെ വോക്കാ വേൾഡ്, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗെയിമിഫിക്കേഷന് കുറെ സാധനങ്ങൾ, പുതിയ സാധനങ്ങൾ ചെയ്യാണ്. ഗെയിമിഫിക്കേഷനും മെന്റലിസം, വോക്കാ വേൾഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ് ആണ്. അപ്പൊ ആരും കിട്ടാത്ത സാധനങ്ങളാണ്. ഒരു പുതിയ കൺസെപ്റ്റ് ആണല്ലോ, മണ്ണിൽ ആകെ മാറുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യങ്ങൾ കുറച്ച് കണക്ട് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത, സ്കൂളിൽ കുറച്ച് കുട്ടികൾ യൂട്യൂബ് കണ്ട് ഹിപ്നോട്ടിസം ചെയ്യുകയും 3-4 കുട്ടികൾ തലകറങ്ങി ബോധം പോയൊരു വാർത്ത ഇന്നലെ കണ്ടിരുന്നു. അങ്ങനെ കുട്ടികൾ വരെ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുറി വൈദ്യന്മാരുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ, അപ്പൊ അവിടെയാണ് കൃത്യമായിട്ട് അറിവുള്ള ആളുകൾ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. നമ്മൾ സെറ്റ് ആയാലും നമ്മൾ ടീം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ആളുകളായതുകൊണ്ട് നമ്മളൊന്ന് ഒരു ടീം മീറ്റിംഗ് വന്ന ആളുകൾ ഒന്ന് ടീമായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊരു പ്രൊജക്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? സലാം സാറ് പറഞ്ഞു. മുഹമ്മദ് സർ. ഹലോ, അതിനകത്ത് ഇനി ആരാ? ലത്തീഫ് സാർ ഉണ്ടോ? പറഞ്ഞോ. ഇല്ല, അത് ഞാൻ വേറൊന്നിൽ ജോയിൻ ചെയ്തതാണ്. ഓക്കെ. നമ്മൾ ഇനി എല്ലാവരും ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റിലേക്ക് ഒന്ന് പോകണ്ടേ? എന്താണ് നമ്മൾ അടുത്തൊരു അജണ്ട നിലയിലേക്കൊന്ന്? ഇങ്ങനെ വന്നിട്ടും പോയിട്ടും ഒക്കെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ ഒരു ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനേ, നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെ പറയാ. കോൺവെക്കേഷൻ പരിപാടികളുണ്ട്, അതുപോലെ നെക്സ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ തരിക. നമുക്കിനി മുന്നിലുള്ളത് ഒന്ന് കോൺവെക്കേഷൻ ആണ്. അതേപോലെ മറ്റുള്ള നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്ന സെക്കൻഡ് ലെവൽ പ്രോഗ്രാമുകളാണ്. സലാം സാർ സൂചിപ്പിച്ചും കാര്യം അത് തന്നെയാണ്. സെക്കൻഡ് ലെവൽ പ്രോഗ്രാമിലേക്ക് പോകുന്ന കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനേഴ്സ് അപ്ഡേറ്റുകൾ വരണം. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 4-5 മാസമായി. ഓരോ മേഖലയിലും മാറ്റം വരുന്നുണ്ട്. ബേസിക്കായ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള പല പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലേക്കുള്ള അപ്ഡേഷൻ നമുക്ക് വരേണ്ടതുണ്ട്. അതൊക്കെയാണ് നമ്മൾ തൊട്ട് മുന്നിൽ നമ്മൾ ചെയ്യാനുള്ള ബാക്കി വെച്ചിരിക്കില്ലെങ്കിൽ നമ്മൾ മുന്നിലുള്ള കാര്യങ്ങൾ, അതിലേക്കുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യുക. അടുത്തൊരു കോൺവെക്കേഷന് ഈ പറയുന്ന നമ്മള് 90ഓളം ആളുകൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാർട്ടിസിപ്പൻസ് ഉണ്ടായിട്ടുള്ള വയനാട് റിഫ്ലക്ഷനിൽ നിന്നുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലുള്ള ഒരു ഉത്തരവാദിത്തം. ഈ പാർട്ടിസിപ്പൻസിൽ നമ്മൾ ചേർന്നിട്ട് അതൊന്ന് അടുത്ത ദിവസങ്ങളിൽ രൂപം ഉണ്ടാക്കണം. അപ്പൊ ഇതിൽ നമുക്ക് നിലവിലിപ്പോൾ ഉള്ള ആളുകളിൽ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് അവരൊന്ന് നമുക്ക് ഇരുന്ന് മീറ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം ഒന്ന് കൂടിയിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തായിരുന്നു. എങ്ങനെയാണ് എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് വിളിക്കാനും ഒന്ന് സെറ്റ് ആക്കാനും ടീമിനെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിലേക്ക് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാനും വേണ്ട ഒരു കാര്യങ്ങൾ. പലപ്പോഴും ഒരു സംഭവം നടക്കണമെങ്കിൽ നമ്മളൊരു കുറച്ച് ആളുകളുടെ എഫേർട്ട് ആയിരിക്കും. അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അത് റിസൾട്ട് തരുന്ന ഒരുപാട് ആളുകൾക്കായിരിക്കും അതിന് ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ നമ്മളൊരു ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ആളുകൾ എത്തും. അതിലേക്ക് വേണ്ടി ഒന്നും എന്ത് ചെയ്യുക, റെഡി ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഫെമി മാഡം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഫോം, ഗൂഗിൾ ഫോം ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക. മെസ്സേജ് ആയിട്ടായിരിക്കും അല്ലേ മാം? ഒന്ന് സംസാരിക്കാമോ?
നമ്മൾ അടുത്തൊരു പ്ലാൻ എന്നുള്ള രീതിയിൽ ഇപ്പം ബേസിക് ലെവൽ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിലൂടെ കൊടുത്തിട്ടുള്ളത്. സത്യത്തില് വയനാടിന്റെ ടീമിനോട് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കൊണ്ടോട്ടി രണ്ടാമത് നടന്ന റിഫ്ലക്ഷനിലാണ് ഞാൻ യഥാർത്ഥത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ ടീച്ചറാണ്. അപ്പോൾ ആ ഒരു ടീം അതിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു എനർജി കൊണ്ടാണ് വീണ്ടും ആ ഒരു റിഫ്ലക്ഷന്റെ റൌഫ് സാറിന്റെ നിഷാദ് സാറിന്റെ ഒക്കെ ആ ഒരു ടീമിൽ പിന്നീട് അങ്ങോട്ട് വേണം എന്നുള്ളൊരു തോന്നൽ കൊണ്ട് റാഫി സാറിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ട്രെയിനർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളതും പിന്നീട് 2 പ്രോഗ്രാമുകൾ ഞങ്ങൾ തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എനർജി വലിയതാണ്. അപ്പോൾ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യത്തെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരുടെ ഒരു സെൽഫ് പ്രസന്റേഷന് ഒരു ദിവസം അവസരം, പിന്നീട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഷീനിന്റെ ഒരു ട്രെയിനർ എന്നുള്ള ഒരു ലേബലിൽ നമ്മൾ ഒരു അംഗീകരിച്ച് ഒരു ഷീൻ ട്രെയിനർ ആവാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്ന് താല്പര്യമുള്ള ആളുകൾ ഒന്ന് പൂരിപ്പിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു കോൺവക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ലെവൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തി ഈ ഒരു കോൺവക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ലെവൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു ലെവലുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ അതിലൊന്ന് പേര് ഒന്ന് പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മുടെ കൂടെ കൂടിച്ചേർന്ന് ഇപ്പം ബഷീർ സാറൊക്കെ നമ്മുടെ കൂടെ ഇപ്പൊ കഴിഞ്ഞ 2 പ്രോഗ്രാമുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളോട് കൂടെ ഒത്തു പോകാൻ കഴിയുന്ന ആളുകൾ ഒന്ന് ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലോ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒന്ന് പേഴ്സണലായിട്ടൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടെ ആ ഒരു രീതിയിലും കൂടെ കൊണ്ടുപോകാം. റവ് സാറെ, ഇങ്ങനെയാണ് പ്രോഗ്രാം. ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്, സാറ് കണ്ടിന്യൂ ചെയ്യല്ലോ. ക്ലിയർ ആണല്ലേ? എല്ലാവർക്കും നിലവിലെ ആളുകൾ ക്ലിയർ ആണ്. അതിൽ ഒരുപാട് ആളുകളില്ല, നമ്മൾ കുറഞ്ഞ ആളുകളാണ് അതിലുള്ളത്. നമ്മളൊന്ന് ലീഡ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടീമിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഉള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് ആ ഫോം ഫില്ല് ചെയ്യാം. കാരണം നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാൻ സൗകര്യമായിരിക്കും. അതെന്ത് ചെയ്യുക, ആ ഫോം ഒന്ന് എല്ലാവരും ഫില്ല് ചെയ്യാം. ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഈ ടീമിനെ കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇരുന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ആർക്കെ സംസാരിക്കാൻ പാട്ട് പാടുന്നോ ബാക്കി ഉണ്ടല്ലോ? ഒന്ന് അസ്ലം സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയണ്ടോ അസ്ലം ഭായ്? അനുഭവങ്ങളൊന്ന് പങ്കുവെക്കൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ കുറച്ച് ലേറ്റായി. ഞാൻ വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഉണ്ടായിരുന്നത്. ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരാന്നാണോ സാറ്? പറയൂ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശേഷം എന്തൊക്കെ നടന്നു, ലൈഫിൽ എങ്ങനെ പോകുന്നു ഉള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഒന്ന് പരിചയപ്പെടുത്തി മുന്നോട്ട് വരും. ഓക്കെ, എൻ്റെ പേര് അസ്ലം എന്നാണ്. ഞാൻ തിരൂരാണ് സ്വദേശം. ഇതുവരെ ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഈ അക്കാദമിക് ഇയർ കഴിഞ്ഞ ഉടനെ ടീച്ചിങ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യാർത്ഥം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പിന്നെ ഇറങ്ങിയതാണ്. ഞാൻ ഇസ്ലാമിക് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്, ആലുവയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക്സ് തന്നെ ടീച്ചിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. 8 വർഷമായിട്ട് ടീച്ചിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പം നിലവിൽ പള്ളിയിൽ ഇമാമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2-3 കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്യുന്നൊരു കോഴ്സ് റെമഡിയൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടൊരു റോസാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരപ്പനങ്ങാടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ കീഴിൽ ചെയ്യാണ്. വേറെയും 1-2 കോഴ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ലെവലിലാണുള്ളത്. ഇൻഷാ അള്ളാ പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഫീൽഡിലേക്കും കൂടി ഇറങ്ങണം ഇൻഷാ അള്ളാ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നു. അത് ആ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ട്രെയിനിങ്ങിന് ശേഷം അത്തരം ക്ലാസ് എടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ടൈം ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രിപ്പറേഷൻ നടത്തുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ മുതൽക്കൂട്ടായിട്ടുണ്ട്. അതല്ലാതെ ഒരു പക്ക പാക്ഡ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അള്ളാ അതിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മൾ വലിയ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത്. ഓരോ ട്രെയിനർമാരും ലെവലിൽ കയറി വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസുകളാണ്. ഇപ്പോൾ ഷീൻ്റെ റിഫ്ലക്ഷൻ ഞങ്ങളെ സംബന്ധിച്ച് പോലെ ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് തന്നെയും പുതിയ എക്സ്പീരിയൻസുകളാണ്. നമുക്ക് ഓരോ ട്രെയിനിങ്ങും നമുക്ക് എക്സ്പീരിയൻസ് ആണ്.
അപ്പൊ അതുപോലെ നമുക്കും വളർന്നു വരാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഷീൻ എന്ന് പറയുന്നത്. കാരണം ഷീൻ എന്ത് നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇതൊക്കെ. നമുക്ക് ഇത്രയധികം നെറ്റ്വർക്കുകൾ, ഇത്രയധികം ആളുകള്, ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നത് ഷീനിൽ വരുന്നതുകൊണ്ട് മാത്രമാണ്. ഷീൻ എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എത്രമാത്രം പറയാൻ കഴിയത്രയും നമുക്ക് കിട്ടിയത് ഒരു നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഏതായാലും ഓരോ പുതിയ പ്രോഗ്രാമുകൾ പരമാവധി വരികയും കൂടുകയും പങ്കെടുക്കുകയും ചെയ്യുക. നമ്മൾ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ സംഘടിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ യഥാർത്ഥ ഒരു ഫീലിംഗ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ഇൻവോൾവ് ആവുക നമ്മളത് സംഘടിപ്പിക്കുമ്പോഴാണ്. അടുത്തൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഷീനിലേക്ക് അറിയാനും ഷീനിലെ ആളുകൾ അറിയാൻ നമുക്ക് പറ്റുക. ഏറ്റവും നമ്മളൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ സംഘടിപ്പിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ A to Z കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനും നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ആകാനും പറ്റും. അപ്പൊ നെക്സ്റ്റ് ടാസ്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സംഘാടകരായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ബഷീർ സാർ ആണെങ്കിലും അതേപോലെ അത്തരം വന്ന ആളുകളൊക്കെ തന്നെയും സംഘാടക ലെവലിലേക്ക് മാറുന്നതോടുകൂടി നമ്മൾക്കിടയിലുള്ള ബോണ്ട് കുറച്ചുകൂടി കൂടും. നമ്മുടെ നെറ്റ്വർക്ക് ഒന്നുകൂടി, നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക്, അതൊന്നുകൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ആക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അതിലേക്ക് ഒന്ന് സജീവമായിട്ട് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ ഐഷാബി, അഷത്ത, ഷബി സംസാരിക്കാൻ പറ്റുമോ? ലൈനിൽ ഉണ്ടോയെങ്കിൽ മുബഷിറ നമുക്ക് ലെഫ്റ്റ് ആയി തോന്നുന്നല്ലേ, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, മുബഷിറ മാം ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മുബഷിറ മാം പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രോഗ്രാമിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് എല്ലാ പ്രോഗ്രാമുകളെയും അപ്ഡേറ്റ് ചെയ്യുന്ന ഷീന്റെ മെസ്സേജ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യത്തോടുകൂടി മുന്നോട്ട് വന്ന നമ്മുടെ കോഴിക്കോട് ക്യാമ്പില്, അതേപോലെ കൊണ്ടോട്ടി ക്യാമ്പില്, ലാസ്റ്റ് നടന്ന നമ്മുടെ ധർമ്മഗിരി ക്യാമ്പിൽ ഉൾപ്പെടെ 2 ക്യാമ്പുകളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മൾ വരുന്ന ഒരാളാണ് മുബഷിറ കണ്ണൂരിൽ നിന്നുള്ള. അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി അവിടെ ജസ്റ്റ് പരിചയപ്പെടുത്തിയതാണ്. ഏതായാലും എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് അല്ല പരമാവധി പരിപാടികളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. നമുക്കൊരു ഒരു ടീമിന്റെ ഭാഗമാണെന്നുള്ള ഫീലിംഗ് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അത് വളരാനുള്ള ഒരു വലിയൊരു അവസരമായിരിക്കും. അപ്പൊ ഏതായാലും ആളുകൾ, ബാക്കിയുള്ള ആളുകളോട് എന്ത് ചെയ്യാം, എല്ലാവരും ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെമിന മാമിന് എന്ത് ചെയ്യാം, അത് നമുക്കൊരു ഗ്രൂപ്പോ മറ്റേ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ല ഷബി മാം വന്നിരുന്നല്ലോ, ലൈനിൽ വന്നിരുന്നു. സംസാരിക്കാം. ഞാനിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തതേ ഉള്ളൂ. എന്താണ് സംസാരിക്കേണ്ടത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച്, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട് മടങ്ങിയതാണ്. ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എങ്ങനെ മാത്രം നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിങ്ങിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതേപോലെ നമ്മൾ നെക്സ്റ്റിന് വേണ്ട പ്രോഗ്രാം നമുക്ക് കേട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കോൺവെക്കേഷൻ പ്രോഗ്രാം വരുന്നുണ്ട്. കോൺവെക്കേഷന്റെ സംഘാടനം നമ്മൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളത് ഭംഗിയുടെ പ്രോഗ്രാം ഒക്കെ ഏറ്റെടുത്ത് നടത്തണം. ഇപ്പൊ നിലവിലുള്ള നമ്മളെ വയനാട് പാർട്ടിസിപ്പൻസിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ആ ടീമായിട്ട് നമുക്ക് ഷീനിന്റെ സംഘാടകനായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മാറണം. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാം ഏതായാലും എന്തായിരുന്നു, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചും ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഷോർട്ടായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ. മാഷാ അല്ലാ, അന്നത്തെ ആ ഒരു 2 ദിവസത്തെ ക്യാമ്പ് ലൈഫിൽ അത്രമാത്രം ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. ഓരോ ക്ലാസ്സുകളായാലും നമ്മുടെ ട്രെയിനിങ് ആയാലും നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസ് ആയാലും വളരെ മനോഹരമായിരുന്നു. അതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. പിന്നെ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് വെച്ചാൽ പിന്നീടുള്ള നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മൾ ഓരോ ക്ലാസ് കൊടുക്കുന്ന സമയത്തും അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ക്ലാസ്സുകളിലായാലും ട്രെയിനിങ്ങിനായാലും അതിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ അതേപോലെ സ്ഥലം ഒന്ന് പറയാമോ? ഓക്കെ, കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാന് കോഴിക്കോട് നവാവിൻ എക്സലൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ അവിടെ ട്രെയിനറായിട്ടും മെന്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സന്തോഷം. ഏതായാലും ഒന്നുകൂടി അന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, 100 ആളുകളുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, ലേഡീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് വളരെ സജീവമായിട്ട് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ക്യാമ്പിനെ എനിക്ക് ഓർക്കുമ്പം ആ കുഞ്ഞു മക്കളെയും ഉമ്മയൊക്കെ ഓർമ്മ വരുന്നത് ആ ദിവസങ്ങളാണ്. കുറെ ആളുകൾ അങ്ങനെ അത്രയും ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത കുറെ ആളുകളുടെ ഒരു ക്യാമ്പായിരുന്നത്. കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഒരു ക്യാമ്പ് എന്നൊരു ഓർമ്മയിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു ക്യാമ്പ് കൂടിയാണ് നമ്മുടെ വയനാട് ക്യാമ്പ്. ഓക്കെ, നമ്മളെന്താണ് പറഞ്ഞ പോലെ നമുക്ക് ഒരു വൈൻഡപ്പ് സെഷനിലേക്ക് പോകണം തോന്നുന്നുണ്ട്. 9 മണിയായി. അപ്പോൾ എല്ലാവരും ആ ഗൂഗിൾ ഫോം ഇപ്പം മാം കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചാറ്റ് ബോക്സിൽ
ആ ഗൂഗിൾ ഫോം അല്ല ഫോം സർവേ ഫോം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും തന്നെ അതിൽ പേരും ഫോൺ നമ്പറും ഒന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രോഗ്രാമിൻ്റെ നടത്തിപ്പ് നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് നടത്തണം. മൊത്തം പ്രോഗ്രാം നടത്താൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് വെച്ചാൽ വയനാട് പങ്കെടുത്ത ആളുകളൊന്ന് ആ ഗ്രൂപ്പ് ഒന്ന് ലൈവ് ആക്കിയിട്ട് എനർജൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആളുകളെ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടൊരു ടീം എഫേർട്ട് നമുക്ക് എടുക്കണം. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി നമുക്ക് പറഞ്ഞ പോലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കഴിവെന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത് ഈ പരിചയങ്ങളും ബന്ധങ്ങളും മാത്രമാണ്. ഈ കുറഞ്ഞ കാലം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആകെ ബാക്കി ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടി, അതിന് മിസ്സായി പോകരുത്. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്ഷനുകളുണ്ട്. അതൊന്നുകൂടി പൊടിയെട്ടി എടുത്താൽ നമുക്കറിയാവുന്ന റെസ്റ്റ് പിടിക്കും എന്ന് പറഞ്ഞ പോലെ ബന്ധങ്ങളിലും പിള്ളേർ പെട്ടെന്ന് റെസ്റ്റ് പിടിക്കും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റെസ്റ്റ് പിടിക്കുന്നത്, തുരുമ്പ് പിടിക്കുന്നത് ബന്ധങ്ങളാണെന്ന് പറയാറുണ്ട്. കാരണം എത്രമാത്രം കോണ്ടാക്റ്റുകൾ ഇല്ലാതാവുന്നു, അത്രമാത്രം സംസാരം കുറയുന്നുണ്ടോ, അത്രമാത്രം നമുക്ക് ബന്ധങ്ങൾ ഇല്ലാതായി പോകും. ഇതൊരു അവസരമാണ്, തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ്. 6 മാസത്തോളം കഴിഞ്ഞു. ഒരു കോൺവെക്കേഷന് വേണ്ടി സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുകയും ലൈവ് ആവുകയും പുതിയ പ്രൊജക്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഷീനെ വളർത്തൽ മാത്രമല്ല, നമുക്ക് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. അതിന് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ടീം ഒന്ന് ഇപ്പോൾ ലൈനിലുള്ള ആളുകളെല്ലാം തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ടീമിനെ സെറ്റാക്കാം. ആ പഴയ ഏറ്റവും കളർഫുൾ ആയിട്ട് നടന്ന നമ്മുടെ ഒരു എനർജി മുഴുവനായി നമ്മൾ കണ്ട ആ സൗഹൃദം ഒന്നുകൂടി വയനാടിന്റെ മണ്ണിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഓഫ്ലൈനായി ചേരണം. അതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മീറ്റിംഗ് മാറ്റിയെടുക്കട്ടെ. ഓക്കെ, ആർക്കെ ഇനി ആരണ്ട് സംസാരിക്കാൻ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ആർക്കേടെ ഒരു പാട്ട് പാടാൻ ബാക്കിയുണ്ടോ നമുക്ക്? സാറേ ഇല്ല, റൌഫല്ലേ? അമീർ പറയും. ഒരു ഓൺലൈൻ സെഷൻ ക്ലാസ് എടുക്കാനുള്ള അവസരം നമ്മൾ ശരിക്കും നല്ല അമീർ സാറെ വോയിസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല. എനിവേ ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള ഞാൻ ഈ റൈഡിങ് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. സാർ പറയും. കുഴപ്പമില്ല, എന്തായാലും താങ്ക് യു, എന്തായാലും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിലും. ഇപ്പം പറയും ഇപ്പൊ ഓക്കെയാണ്. കേൾക്കുന്നുണ്ടോ? അതായത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഓൺലൈൻ സെഷൻ തന്നിരുന്നല്ലോ, ഒരു ടോപ്പിക് പ്രസന്റേഷൻ. അത് ഉപകാരപ്പെട്ടു. പങ്കെടുത്തിരുന്നെങ്കിലും അതിപ്പോഴാ യൂട്യൂബിൽ ആ വീഡിയോസോടൊക്കെ എടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു ലാൻഡ്മാർക്ക് പോലെ. അതെ നമ്മൾ ഓരോ ആളുകളും പ്രസന്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആണിത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തന്നെ കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തലുകളായിരുന്നു. അടയാളപ്പെടുത്തലുകൾ അവിടെ അവസാനിച്ചു പോകരുത്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പുതിയ ടോപ്പിക്കിനെ തേടി പിടിക്കുക. അതെ, എപ്പോഴും എന്താണ് നെസസിറ്റി ഈസ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്, മദർ എന്ന് പറയുന്ന പോലെ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ലൈവ് അവര് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഒരു സാഹചര്യം നിർബന്ധിതമായി വന്നില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യില്ല. നമ്മളെന്താണ് ഒരു പുതിയ മൊഡ്യൂൾ ഉണ്ടാക്കത്തില്ല. നമ്മൾ നമ്മുടെ തിരക്കുകളായി പോകും. കാരണം എല്ലാ മനുഷ്യന്മാരും തിരക്കുള്ളവരാണ്. അതിൽ നിന്ന് നമ്മളൊരു സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരങ്ങളാണ് ഷീന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു സാറേ. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ എന്തായാലും സാർ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് ഉഷാറാവട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, വെൻഡിങ് അപ്പിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ചെയ്യാനുള്ളത് ഈ ഒരു ഗ്രൂപ്പിൽ ഫില്ല് ചെയ്യുക. നമ്മളൊന്ന് ആ ഫില്ല് ചെയ്ത ഗ്രൂപ്പിൽ കോൺടാക്ട് വെച്ച് നമ്മളെല്ലാവരും ഒന്നുകൂടി കോർ ടീമായിട്ട് നിൽക്കുന്നു. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ആർക്കെ ഒന്ന് സംസാരിക്കാവോ? ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷം എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതില്, പിന്നെ സംസാരിച്ചതില്. പിന്നെ ഷീൻ റിഫ്ലക്ഷൻ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വയനാട് വെച്ച് കൂടിയതിന് ശേഷം 4 ബാച്ചുകളായി, 4ലും പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇതുപോലെയുള്ള ഒരുപാട് നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അതിനുശേഷം ഒരുപാട് സെഷനുകളായിട്ട് പലയിടങ്ങളിലും ക്ലാസ് എടുക്കാൻ സാധിച്ചു. അതിലെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു എനർജി വല്ലാത്തൊരു കൂട്ടായ്മയിൽ നിന്നും കൂടി കിട്ടിയ ഒരു എനർജി തന്നെയാണ്. അതിന് ഒരുക്കി തന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് നമ്മുടെ ഒരു കൂടിച്ചേരലാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഫെമിന മേഡമൊക്കെ പറഞ്ഞ പോലെ തന്നെ, ഈ ഗൂഗിൾ ഫോം നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ
ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഒരുപാട് കാലത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. അതുകൊണ്ട് നമ്മൾ ഒരു ഡേറ്റ് കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക് എല്ലാ ആളുകളെയും എത്തിക്കാൻ നമ്മൾ കൂട്ടായ ശ്രമം നടത്തി കഴിഞ്ഞാൽ നമ്മൾ അന്ന് കൂടിയ ഏകദേശം 100ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ആ 100ഓളം ആളുകളെ തന്നെ നമുക്ക് എത്തിച്ചുകൊണ്ട് ഒരു സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് ഒരിക്കൽ കൂടി കൂടിച്ചേരലുകൾ നടന്നു കഴിഞ്ഞാൽ നല്ല ഒരു പരിപാടി തന്നെ ആക്കി മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ കോൺവക്കേഷൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നും വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് സെഷൻ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. റൌഫ് സാറ് വൈൻഡപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ആർക്കെ പറഞ്ഞ പോലെ ആർക്കെയൊക്കെ എന്താണ് പാർട്ടിസിപ്പന്റ് ആയി വന്ന് ഫാക്കൽറ്റി ആയി വന്ന് പിന്നെ സ്ഥിരം ഫാക്കൽറ്റി ആയിട്ട് മാറിയ ആളാണ്. അപ്പൊ നമുക്കൊക്കെ ഓരോ സാഹചര്യങ്ങളാണ്, നമ്മളൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് നമ്മൾ പൊടി തട്ടിയെടുക്കാൻ ചില അവസരങ്ങൾ നിമിത്തമായിട്ട് വരും. ആ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മളത് ചാടി പിടിക്കണം. ബിൽഗേറ്റ്സ് ഒരിക്കലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ ബിൽഗേറ്റ്സിനോട് കുട്ടികൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ബിൽഗേറ്റ്സിന് പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ റിച്ചസ്റ്റ് പേഴ്സൺ ആയെന്ന് ചോദിച്ചപ്പോൾ ബിൽഗേറ്റ്സ് പറയുന്നൊരു മറുപടി ഉണ്ട്. ഞാൻ ഭാഗ്യദേവത എന്റെ മുകളിലൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ ചാടി പിടിക്കുന്നു പറയും. അങ്ങനെ മറുപടി പറഞ്ഞപ്പോ ഞാൻ ഭാഗ്യദേവത എന്റെ തലയുടെ മുന്നോട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ചാടി പിടിക്കും ചോദിച്ചപ്പോ പറഞ്ഞപ്പോ കുട്ടികൾ തിരിച്ചു ചോദിച്ചു, ഭാഗ്യദേവത എപ്പോഴാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഭാഗ്യദേവത എപ്പോഴും എന്റെ മുന്നോട്ട് പോകാം, തലയുടെ മുന്നോട്ട് പോകാം, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ചാടിക്കൊണ്ടിരിക്കുന്നു, ഫുൾ ടൈം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ എപ്പോഴാണ് വന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്നെ സംബന്ധിച്ച് ഷീൻ വലിയൊരു ഷീനിന്റെ മുന്നിലുണ്ടായിരുന്ന 2-3 ചർച്ചകളിലൂടെ എത്തിപ്പെട്ടത് ഷീൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നെന്നാണ്. അതേപോലെ നമ്മൾ ഓരോ ആളുകളും നമുക്ക് ഇതിലേക്ക് ഭാഗഭാക്കായി നമുക്ക് സ്വയം വളരാനും ഷീനെ വളർത്താനും പറ്റിയ പ്ലാറ്റ്ഫോം ആക്കി മാറാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻവോൾവ്മെന്റ് ആണ്, നമ്മൾ എത്രമാത്രം ഒരു സംഭവത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മൾ അതിൽ മാസ്റ്റർ ആക്കാന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ 18 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അത് ചിലപ്പം പിയാനോ വായിക്കുന്നതിലാവാം, അല്ലെങ്കിൽ എന്താണ് വയലിൻ വായിക്കുന്നതിലാകാം, കരാട്ടയിലാവാം, അല്ലെങ്കിൽ എന്ത് മേഖലയിലാണോ നിങ്ങളുള്ളത്, ഒരു ദിവസം 18 മിനിറ്റ് നിങ്ങൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 5% ആളുകൾ, അല്ലെ 95%-നേക്കാളും ഏറ്റവും മികച്ച ആളുകളായി നിങ്ങൾ മാറുമെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 5% ആളുകളിൽ ഒരാളായി നിങ്ങൾ മാറുമെന്ന് പറയുന്നുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളിടത്തിലാണ് നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് തിളങ്ങാനും മൂർച്ചാക്കാനും ഷാർപ്പാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക. ആ 5% ഒരാളാവാൻ വെറും 18 മിനിറ്റ് എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യത്തെ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മാസ്റ്ററായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാണ് ഏതൊരു ഓർഗനൈസേഷന്റെ ഭാഗമാവുന്നത്. ഓർഗനൈസേഷന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് നമ്മൾക്ക് സമയം മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിയ പോലെ ഏത് ഓർഗനൈസേഷൻ ആയാലും ഏത് പ്രസ്ഥാനമായാലും ഏതിന്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു അരമണിക്കൂറെങ്കിലും ഒരു 18 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ ആ മേഖലയിൽ ഏറ്റവും മികച്ച ആളുകളായി നമ്മൾ മാറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ ഒരു അകന്നകന്ന് പോകുന്നതിന് പകരം ഒന്ന് ചേർത്ത് പിടിക്കാൻ ദിവസം ഒരു കോളെങ്കിലും ഡെയിലി നിങ്ങളെ വിളിക്കാത്ത ഒരു ഫ്രണ്ടിനെങ്ങാനും നിങ്ങൾ ദിവസം വിളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് 30 പുതിയ ബന്ധങ്ങളായിരിക്കും. എന്താണ് റെസ്റ്റ് എടുത്ത് പോയ തുരുമ്പ് പിടിച്ചു പോയ ബന്ധങ്ങളുടെ 30 എണ്ണത്തിനായിരിക്കും 1 മാസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ബന്ധങ്ങളെയും സ്നേഹങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ, നമ്മുടെ മേഖലയിൽ നമ്മൾക്ക് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളാവാൻ ഇനിയുള്ള ഈ കൂട്ടായ്മയും ഈ യാത്രയും ഈ ഒരുമിക്കലും ഈ പങ്കുവെക്കലൊക്കെ നിമിത്തമാവണം. അങ്ങനെ നിമിത്തമായി വന്നവരാണ് നമ്മൾ. അത് നഷ്ടപ്പെടാതെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ നിങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. ഏതായാലും ഒഫീഷ്യലായിട്ട് നന്ദി പറഞ്ഞ് പിരിഞ്ഞ് താൽക്കാലികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി ക്ലോസിങ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഫെമിന മാമിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇത്രയും സമയം കൂടെ നിന്ന് സ്നേഹിച്ച പങ്കുവെച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു റൌഫ് സർ. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട്. അവർ പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒത്തുചേരുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ടേക്ക് പറയാനുള്ളത്. പിന്നെ വരുന്ന ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് നമ്മുടെ കൂടെ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടാവാം.
റവ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ ഉപരി അത് സംഘടിപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. 2 പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചപ്പോൾ ഒരുപാട് നല്ല ബന്ധങ്ങൾ, ഒരുപാട് വലിയ വലിയ ബന്ധങ്ങൾ എനിക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഇതിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഇതിൽ താല്പര്യമുള്ള ആളുകളാണെന്നറിയാം. അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഷീൻ ഇന്റർനാഷണലിന്റെ പേരിൽ ഔദ്യോഗികമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Good night.